ബ്രഹ്മാവ് കേൾക്കട്ടെ. ഒരാള് ഒരാരെങ്കിലും ബ്രഹ്മാവ് ഇറക്കട്ടെ. ഒരിക്കലായിട്ട് ആ ബ്രഹ്മാവില് ആ ബ്രഹ്മാവ് ഇറക്കട്ടെ. ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് പറഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. ധാരാളം തെറ്റാന്നാ പറഞ്ഞത്. അതിട്ട് മോഹിതല്ലേ ഇരിക്കുന്നത്. പ്രതീക്ഷിക്കേണ്ട അവകാശം അല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ചപ്പോൾ കിട്ടാണ്ടിരിക്കും. അങ്ങനെ വന്നാൽ പിന്നെ എന്താ മാർഗം? ഇറക്കാൻ പോയി അത് ബ്രഹ്മാവുമായിട്ട് ഇറക്കുക എന്ന് പറഞ്ഞാലേ സൗന്ദര്യം, സുകുമാരത, മധുരത തുടങ്ങിയിരിക്കുന്ന നാരീഗുണങ്ങള് ഇവിടെ ചേർത്ത് സൃഷ്ടിച്ച നിമിത്തം ഈ മറ്റൊരു സുന്ദരിയെ സൃഷ്ടിക്കണമെങ്കിൽ ബ്രഹ്മാവ് രണ്ടടിച്ചു കൊണ്ട് യാചിച്ച് അവിടെ കൊടുത്താൽ ബ്രഹ്മാവ് സൃഷ്ടിക്കാം. കൊടുക്കാണ്ട് സൗന്ദര്യം എത്രയായാലും മതിയാവുന്ന വകയാണ്. അപ്പൊ പിന്നെ ഒന്നത് പിന്നെ ചോദിച്ചാൽ കൊടുക്കുമോ? ചോദിക്കാൻ കാര്യങ്ങളാണ് കൊടുക്കും. അതുകൊണ്ട് ബ്രഹ്മാവിന് കൊടുത്താലേ സൃഷ്ടിക്കാൻ പറ്റും. മുഴുവൻ അവിടെ ചേർത്ത് സൃഷ്ടിച്ചു. ഒരു ക്രമത്തിന്റെ ശക്തിയെ എനിക്ക് പറയാനുള്ളൂ. ഇത് അവരെ കണ്ട് പ്രാണായ്മ തന്നെയാണ്. ഇതിന് കമ്പം മൂന്നാൽ പ്രാണായ്മ ആനഭാവമുണ്ട്. ആനയില് ഭ്രമഭാവം. ആദ്യം ആനയെ കമ്പായിട്ടാണ് തുടങ്ങുക. ആനയെ കണ്ടാൽ നല്ല ആനയെ കണ്ടാൽ ആനയെ കണ്ടാൽ ഇങ്ങനെ നോക്കി ഇത്ര തിരക്കുണ്ടെങ്കിൽ വലിയ ആനയെ കണ്ടാൽ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് കമ്പം പൂത്തു കുറെ കഴിഞ്ഞാൽ അങ്ങനെ കുറെ കഴിഞ്ഞാൽ ആനപ്പിണ്ടം കണ്ടാൽ ഓരോന്നും പകുതിയായി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരെയൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? എന്റെ ചട്ടിയുടെ പോലെ വേറൊരു ചട്ടി ഉണ്ടാവില്ല. ആ ചട്ടിയെ സൃഷ്ടിക്കാൻ വേണ്ട ഗുണങ്ങൾ മുഴുവൻ ഈ വേറൊരു ചട്ടിയെ സൃഷ്ടിക്കണമെങ്കിൽ ബ്രഹ്മാവ് എന്റെ ചട്ടിയുടെ അടുത്തോട്ട് യാചിച്ച് അവന് കൊടുത്താലേ ബ്രഹ്മാവ് വേറൊരു ചട്ടിയെ സൃഷ്ടിക്കാൻ പറ്റും. അന്നിപ്പോ പറഞ്ഞല്ലോ സൗന്ദര്യം, സുകുമാരത, നാരീഗുണങ്ങൾ അതുപോലെ ചട്ടി ഗുണങ്ങളുണ്ട്. ചട്ടിയെ സൃഷ്ടിക്കാൻ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ആണെങ്കിൽ കൊടും ക്രൂരമാം പോക്കും വാക്കുമില്ലാതി സർഗവിഭവാൻ ശേഷചക്രീ ഗുണാൻ ഇച്ഛാക്യാം പരിഹൃത്യമാത്മജനഹോ ശക്യം ന ചക്യം പരം സൃഷ്ടിപ്പാൻ വേണമെങ്കിൽ അവിടെ പ്രധാന ഗുണം നല്ല വാമാറ്റം. അത് ബ്രഹ്മാവ് മുഴുവൻ അവിടെ കൊടുത്തിട്ട് ഒട്ടും ബാധിക്കുക. ഇപ്പൊ വാമാറ്റം